Anointing of the Lord come down. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ അഭിഷേകം നൽകണമേ. പ്രവാചക വരത്തിൽ ഉള്ള അഭിഷേകം നൽകണേ. വരുവിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ പാടിക്കൊണ്ട് അഭിഷേകത്തിനായിട്ട് ദാഹിക്കണം. യെസ്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിനോമനക്കുട്ടൻ ഞാൻ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിനോമനക്കുട്ടൻ ഞാൻ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവവും മനുഷ്യനുമൊന്നായ നിമിഷം പാപിയം ഞാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനുമൊന്നായ നിമിഷം പാപിയം ഞാൻ ദൈവസുതനായി മാറി. പിതാവെന്നോട് കൂടെ, പുത്രൻ എന്നോട് കൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവെന്നോട് കൂടെ, പുത്രൻ എന്നോട് കൂടെ, സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, അഭിഷേകം ചെയ്യണമേ, എന്നിൽ വാഴും ആത്മാവേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരദാനങ്ങളാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല 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 ബല ഹല ബല ഹല ബല ഹല ബല ഹല ബല ഹല ബല ഹല്ലേലൂയ 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 ഹല ബല ഹല ബല ഹല ബല ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ ഹല ബല ഹല ബല ഹല ബല ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ധ്യാനിക്കുക. നിങ്ങളിത് അറിയുന്നില്ലേ? നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലേ? ജീവദാതാവും പ്രവാചകന്മാരിലൂടെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ ഓരോരുത്തരിലും വസിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും പ്രവാചക വരം നൽകി അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈശോ അരുളി ചെയ്തു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകമാണ് നമ്മളിൽ ഇപ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മളിൽ എന്തെല്ലാം അഭിഷേകമാണ് നൽകിയിരിക്കുന്നത്? ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ത്രിവിധ അഭിഷേകം, രാജകീയ അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം, പ്രവാചക അഭിഷേകം. എന്നാൽ ഈ മൂന്ന് അഭിഷേകവും പ്രവചനവരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ ബോധ്യത്തോടെ നമുക്കൊന്നുകൂടി പരിശുദ്ധാത്മാവേ, എന്നിൽ അങ്ങ് നൽകിയിരിക്കുന്ന ഈ മാമോദീസായിലൂടെ അങ്ങ് നൽകിയിരിക്കുന്ന ഈ ത്രിവിധ അഭിഷേകത്തെ ജ്വലിപ്പിക്കുകയും പ്രത്യേകമായി പ്രവചനവരത്തെ എന്നിൽ അഭിഷേകമാക്കണമേ എന്നൊന്നുകൂടി സ്തുതിച്ച് ഹല്ലേലൂയാ ഹല്ലേലൂയ ഹല്ലേലൂയാ ഹല്ലേലൂയ സല ഹല ബല. നമുക്ക് ഒരു പഴയ പാട്ട് പാടാം. ശക്തി പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ ജനമുണർന്നിടുവാൻ. വീണ്ടും വിൺമഴയെ വീണ്ടും അയക്കണമേ ജനമുണർന്നിടുവാൻ. ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൽ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൽ മോഹം വിട്ടോടിടുവാൻ
ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ശരബല ഹലബല ഹലബല ശരബല ഹലബല 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 ശരബല ഹലബല 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 ശരബല ഹലബല ലബല ബല 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 ബ ശരബല ഹലബല 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 ശരബല ഹലബല 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 ശരബല ഹലബല 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 ശരബല ഹലബല 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 Praise the Lord. ഇരിക്കാം. ഈ പ്രവചനവരം എന്നത് വളരെ ദൈവത്തിൻ്റെ പ്രേമം, ദൈവത്തിൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന ഒരു വരമാണ്. പ്രവചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അനുഭവം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കുതിപ്പാണ്, ഒരു കുതിപ്പ്. അത് നമ്മളെ ദൈവം സ്നേഹിക്കുകയും ലോകത്തെ മുഴുവൻ സ്നേഹിക്കുകയും നമ്മളിലൂടെ ദൈവത്തിൻ്റെ പ്രവാഹം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പദ്ധതി ഈ പ്രപഞ്ചത്തിൽ നടപ്പാക്കുന്ന വലിയ ഒരു വരമാണത്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവുന്ന, ഒരുപക്ഷെ നിങ്ങൾക്ക് മനഃപ്പാഠമാകുന്ന ആമോസിലെ ഒരു വചനമുണ്ട്. ഏതാണത്? പ്രവചനത്തെ കുറിച്ച് ആമോസ് പറയണ എന്താ? ആമോസ് 3:7. ആമോസ് 3:7 പറയുന്നത്, ദൈവമായ കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യില്ല എന്നാണ്. ഒന്ന് വായിച്ച എല്ലാവരും ഒന്ന്. തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. ഇതൊന്ന് സ്വീകരിക്കാമോ? വെറുതെ സ്വീകരിക്കല്ല. കർത്താവെ, ഞാനാണ് ഒരു പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചക. ആത്മാർത്ഥമായിട്ടൊന്ന് സ്വീകരിച്ചേ. കർത്താവ് നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ശരിക്കും ഉള്ളുകൊണ്ട് അങ്ങ് സ്നേഹിച്ച കർത്താവെ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ, ഒന്നുകൂടി അത് ഏറ്റു പറഞ്ഞേ. ഇത് നമ്മളെ സംബന്ധിച്ച്, ഇത് അനേകം പ്രവാചകരോട് പറഞ്ഞേക്കണം. ഇത് ഇന്ന് എന്നോട് പറയുകയാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി, ദൈവമായ കർത്താവ് തന്റെ ദാസരായ പ്രവാചകന്മാരോട് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുകയില്ല. അങ്ങനെ ഒരു സെറ്റിംഗാണ് ദൈവത്തിന്റെ പദ്ധതിയുടെ. മനസ്സിലായോ? ഇനി മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ, ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് ദൈവം എങ്ങനെ ചെയ്യണേ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 10-ാമത്തെ വചനത്തിൽ പറയുകയാണ്,
ക്ലാസ് വളരെ വിശദമായി പോകാനല്ലോ ദൈവമേ. അദ്ദേഹം ഇന്നലെ വരാതിരുന്നുകൊണ്ടാണ് ഈ ക്ലാസ് ഇന്നിങ്ങനെ വൈകിയത്. അദ്ദേഹം ഇന്നലെ പഠന സ്ഥലത്ത് പറഞ്ഞു പ്രവചനപരത്തെ കുറിച്ച് പറയുന്നു പറഞ്ഞിട്ട് ഇപ്പോഴാണ് പ്രവചനപരം വന്നത്. ഇങ്ങേര് ഗ്യാപ്പായി പോയി. കണ്ടോ, കർത്താവ് ഒരു പ്രവാചകനെ പ്രതി ആ ക്ലാസ് തന്നെ മാറ്റിവെച്ചു. അതുകൊണ്ട് ശരിക്കും ഇങ്ങനെയൊക്കെയാണ് കർത്താവിൻ്റെ ഒരു സ്നേഹം. ഓക്കെ, അപ്പൊ 10 എന്താ പറയണേ? 14:10 എന്താ പറയണേ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? വായിച്ചോളൂ. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. സ്വമേധയാ പറയുന്നതല്ല. ഇപ്പൊ നിങ്ങൾ എന്താ വിചാരിക്കണേ? ഞാനും പിതാവും ഒന്നാണ്. ഞാൻ പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. അപ്പൊ പിന്നെ ആരാ പറയണേ? പിതാവ് പറയണതാണ്. ഇല്ലേ? ഇല്ലേ? പിതാവ് പറയണ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയാ എന്താ അവിടെ എഴുതിയേക്കണെന്ന്. എഴുതിയേക്കണ എന്താന്ന് നോക്കിയേ, വായിച്ചേ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? എന്നിട്ട് വിശ്വസിക്കൂ. എന്നിട്ട് ഇല്ലില്ല, അത് ജമ്പ് ചെയ്തു. 10ാമത്തെ വചനം കൂടി വായിച്ചേ. പറയുന്നതല്ല എന്ന് പറയുമ്പോ നമ്മൾ എന്താ വിചാരിക്കണേ? പിതാവ് പറയുന്നതാണെന്നല്ലേ വിചാരിക്കണേ. പക്ഷെ അവിടെ എന്താ എഴുതിയിരിക്കണേ? എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യാണ്. എന്താ വ്യത്യാസം? പിതാവ് പറയല്ല അവിടെ. യു അണ്ടർസ്റ്റാൻഡ്? പിതാവ് പറയല്ല, പിതാവ് തന്റെ പ്രവൃത്തി ചെയ്യാണ്. ഒന്നുകൂടി ഒന്ന് വായിച്ചേ. എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തി ചെയ്യാണ്. ഇനി ഇതിന്റെ ഒരു റിവേഴ്സ് ഓർഡർ ഒന്ന് ചിന്തിച്ചു നോക്കി. പിതാവിന് ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രവൃത്തി ചെയ്യണം. അതെങ്ങനെയാ ചെയ്യാം? ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്ത് ചെയ്യും? പുത്രനിലൂടെ. പുത്രൻ ഞാൻ പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തി ചെയ്യാം. അപ്പൊ ഇപ്പോ പിതാവിനൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും? എങ്ങനെ ചെയ്യും? പിതാവ് പുത്രനിലൂടെ പ്രവചിക്കും. പുത്രനിലൂടെ പ്രവചിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? അത് സംഭവിക്കുകയാണ്. ഇപ്പൊ ഇതാണ് ഈ ബൈബിളിന്റെ മുഴുവൻ ആരംഭം മുതൽ. പിതാവിന് പ്രകാശമുണ്ടാക്കണം. എങ്ങനെ ഉണ്ടായി? പുത്രൻ പറയാണ് പ്രകാശം ഉണ്ടാകട്ടെ. അപ്പോൾ പ്രകാശം ഉണ്ടായി. അതെങ്ങനെ ഉണ്ടാവണേ? അങ്ങ് പറയുമ്പോഴേക്കും അങ്ങനെ ഉണ്ടാവണേ? ഇവിടെ മറ്റൊരു ശാസ്ത്രം കൂടി ഉണ്ട്. കാറ്റഗിസം ദൈവമേ, അതൊക്കെ പറയണോ? 292 അവിടെ പറയാണ്, പിതാവ് തൻ്റെ സൃഷ്ടി ചെയ്യുന്നത് എല്ലാം തൻ്റെ പുത്രനിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയുമാണ്. 292 അവസാന ഭാഗമാണ്. ശ്രദ്ധിക്കണം കേട്ടോ. കാറ്റഗിസം ഉള്ളവരൊന്നും എടുത്ത് വായിച്ചോളൂ.
292 അവസാന ഭാഗം. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അവിടുന്ന് പിതാവാണ്, ദൈവമാണ്, സൃഷ്ടാവാണ്, വിധാതാവാണ്, ക്രമദായകനാണ്. അവിടുന്ന് സ്വയമായിട്ടാണ് സർവ്വതും സൃഷ്ടിച്ചത്. അതായത് തൻ്റെ വചനവും വിജ്ഞാനവും വഴിയാണ് സകലതും സൃഷ്ടിച്ചത്. വചനവും വിജ്ഞാനവും. പുത്രനും പരിശുദ്ധാത്മാവും. വചനം ആരാണ്? പുത്രൻ. വിജ്ഞാനം എന്താണ്? പരിശുദ്ധാത്മാവ്. ശ്രദ്ധിച്ചോട്ടോ, പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ കരങ്ങളാണെന്ന് പറയാം. അവിടുത്തെ കരങ്ങൾ. ഇപ്പൊ ദൈവപിതാവിന് 2 കരങ്ങളുണ്ട്. ആരാണത്? വലതുകരം പുത്രനും ഇടതുകരം പരിശുദ്ധാത്മാവും. പിതാവ് എല്ലാം സൃഷ്ടിക്കുന്നത് തൻ്റെ വചനവും പരിശുദ്ധാത്മാവും, അഥവാ പുത്രനും പരിശുദ്ധാത്മാവും അവിടുത്തെ കരങ്ങളാണെന്ന് പറയാം. വിശുദ്ധ ഇറേനിയോസ്. നോക്കിക്കോ, അപ്പൊ എങ്ങനെയാ സൃഷ്ടി നടക്കണേ? പിതാവിന് ഇപ്പോ സൃഷ്ടിക്കണം. എന്ത് സൃഷ്ടിക്കണം? പ്രകാശമുണ്ടാകട്ടെ എന്ന് സൃഷ്ടിക്കണമെങ്കിൽ പിതാവ് ഈ 2 കരങ്ങളും പ്രകാശം ഉണ്ടാകട്ടെ. കണ്ടോ, അവിടെ ശബ്ദം വന്നു. എങ്ങനെ ശബ്ദം വന്നു? എങ്ങനെ ശബ്ദം വന്നു? ഇതാണ് പ്രവചനം. എങ്ങനെയാണ് പ്രവചനം ഉണ്ടാവുന്നത്? പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാ? പിതാവാണ്. ഉണ്ടോ? ഇത് എന്തോ വലിയ രഹസ്യമാണ്. നോക്കിയേ, പ്രകാശമുണ്ടാകട്ടെ. ഷോ മേലൊക്കെ കോരിത്തരിക്കുകയാണ് കേട്ടോ, കോരിത്തരിക്കുകയാണ്. എന്ത് സംഭവിച്ചു? പ്രകാശം നാളെ ഉണ്ടാക്കാന്നാണോ പറഞ്ഞേ? പ്രകാശമുണ്ടായി. ഭൂമി ബലം പുറപ്പെടുവിക്കട്ടെ. 2 കരങ്ങൾ കൂട്ടിയടിച്ചു. ശബ്ദമാകണം. അത് ശബ്ദമാകണം, ശബ്ദമാകണം. അപ്പൊ എന്താണ്? ആദിയിൽ, ഇതാണ് ഹിന്ദിയിൽ പഠിച്ച മറ്റൊരു രസം. ആദിമേം ശബ്ദ था, शब्द ईश्वर के साथ था, शब्द ईश्वर ही था. सब कुछ उसके द्वारा बना गया, उसके बिना कुछ भी नहीं बना. उसमें जीवन था, उस जीवन इंसान का ज्योति था, उस ज्योति अंधकार में चमकती है. അപ്പോ ഈ ശബ്ദമാണ് ഈ പ്രവചനം. ആ ശബ്ദം ആദിയിലുണ്ടായ ശബ്ദം തന്നെയാണ്. സകലതും ആ ശബ്ദത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. സകലതും. അപ്പോ ഇന്ന് ദൈവത്തിന് എന്തെങ്കിലും ഇവിടെ ഒരു പുതിയ പദ്ധതി ഏഞ്ചൽസ് ആർമിയിൽ ഉണ്ടാക്കണമെങ്കിൽ അതെങ്ങനെ ഉണ്ടാകും? എങ്ങനെ ഉണ്ടാകണം? അത് ഉണ്ടാകട്ടെ എന്ന് ദൈവം പ്രവചിക്കണം. അപ്പൊ എന്നോട് ഒരിക്കൽ കർത്താവ് പ്രവചിച്ചു, നീ 100-ൽ പരം ആരാധനാലയങ്ങൾ ഉണ്ടാക്കും. ഉണ്ടായി. എന്തുകൊണ്ടുണ്ടായി? കർത്താവ് പ്രവചിച്ചു. ഞാൻ ഒരു ദിവസം വെളുപ്പിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നീ കൂടുതൽ സമയം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. ഇല്ല, ഇനിയും പ്രാർത്ഥിക്കും.
2 മണിക്കൂർ പ്രാർത്ഥിച്ചു, ഇല്ല ഇനിയും പ്രാർത്ഥിക്കും. 3 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പറയാണ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ജർമ്മൻ ഭാഷയിൽ ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടാക്കും. ജർമ്മൻ ഒരു സെന്റൻസ് പോലും പറയാൻ എനിക്കറിയില്ല. പ്രവചനം വന്നു. ഞാനിത് നമ്മുടെ ആൾക്കാരോടൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ടെലിവിഷൻ ചാനലുണ്ടായി. എന്തുകൊണ്ടുണ്ടായി? പ്രവചനമുണ്ടായി. അപ്പോൾ ഈ പ്രവചനത്തിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത്. ഇത് ഭയങ്കര വലിയ രഹസ്യമാണ്. 292 ഇത് നമ്മൾ CCC പഠിച്ചത് കൊണ്ടും കറ്റേനവരെയൊക്കെ പഠിച്ചുകൊണ്ടാണ് ഇത് മനസ്സിലായത്. ഈ ദൈവത്തിൻ്റെ 2 കരങ്ങളാണ് പുത്രനും പരിശുദ്ധാത്മാവും. ദൈവം ഈ 2 കരങ്ങൾ കൊണ്ടെല്ലാം സൃഷ്ടിക്കുന്നു. പക്ഷെ സൃഷ്ടിക്കണമെങ്കിൽ ഈ ശബ്ദം ഉണ്ടാവണം. ആ ശബ്ദമാണ് പ്രവചനം. അത് മനുഷ്യന്റെ അധരത്തിലൂടെ ദൈവം വന്ന് സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുകയാണ്. അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് കോൺസെപ്റ്റ്. അപ്പൊ അവിടെ നമ്മളെ ദൈവം എത്ര വിലപിടിപ്പുള്ളവരായിട്ട് കണക്കാക്കുന്നു, എത്ര വിലപിടിപ്പുള്ളവരായിട്ട് കണക്കാക്കണം. ഇതിന്റെ വേറൊരു ഗുണമുള്ളത് വെച്ചാൽ ഇതിനൊരു വിദ്യാഭ്യാസവും വേണ്ട, ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. അപ്പസ്തോലന്മാരും പ്രവാചകരുമാവുന്ന അടിത്തറയിലാണ് സഭ പണിതേക്കണം. അപ്പസ്തോലനാകണമെങ്കിൽ ഭയങ്കര ക്വാളിഫിക്കേഷൻ വേണം. തിയോളജി പഠിക്കണം, ഒരുപാട് ഫോർമേഷൻ വേണം, വൈദികനാകണം, ബിഷപ്പാകണം. അതാണ് അപ്പസ്തോലന്മാർ. എന്നാൽ പ്രവാചകനാകണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട. നമ്മൾ ദൈവത്തിൻ്റെ അധരമായാൽ മതി. ദൈവം നമ്മുടെ അധരത്തിലൂടെ സംസാരിക്കണം. നമുക്ക് അറിയേണ്ടതിന് ആവശ്യമില്ല എന്താ സംസാരിക്കണമെന്ന്. ഒരു വലിയ വിശുദ്ധയാണ് കത്രീന, സിയനയിലെ കത്രീന. വേദപാരംഗതയാണ്. നിങ്ങൾക്കറിയോ, എഴുത്തും വായന അറിയില്ല അവർക്ക്. വീട്ടിലെ 25 മക്കളിൽ 24ാമത്തെ മകളാണ്. നിങ്ങളൊക്കെ തോറ്റുപോകും. ഏഞ്ചൽസ് ആർമിക്ക് പറ്റിയ ഒരു മധ്യസ്ഥയാണ് ഇല്ലേ? പക്ഷേ അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് എഴുത്തും വായനയൊന്നും അവരെ പഠിപ്പിച്ചില്ല. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം, ദൈവം സംസാരിക്കണം. എന്നിട്ട് കേട്ടോ, ഈ പെങ്കൊച്ച്, ഒരെഴുത്തും വായന അറിയാത്ത ഈ പെങ്കൊച്ചിലൂടെ കർത്താവ് സംസാരിക്കുകയാണ്. നീ പോയി മാർപ്പാപ്പയോട് പറയണം, മാർപ്പാപ്പ ഇരിക്കേണ്ട സ്ഥാനം ഫ്രാൻസ് അല്ല, രക്തസാക്ഷികളുടെ ചുടുനിടം വീണ റോമിലായിരിക്കണം. പോയി പറയാൻ മനസ്സിലാ. എന്നാ കർത്താവ് നിനക്ക് നേരിട്ട് പറഞ്ഞൂടെ? അതാണ് പ്രവചനവും നേരിട്ട് പറയണം തമ്മിലുള്ള വ്യത്യാസം. കർത്താവ് നേരിട്ട് പറയില്ല. എന്തുകൊണ്ടാണ്? തൻ്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ കർത്താവ് എല്ലാം പറയുള്ളൂ. എന്നിട്ട് ഈ പാവം കൊച്ചു പെണ്ണ് പോയി മാർപ്പാപ്പയുടെ അടുത്ത്. ആദ്യം പറഞ്ഞു, മാർപ്പാപ്പയുടെ കൂടെയുള്ള ബിഷപ്പ്മാരൊന്നും സമ്മതിച്ചില്ല. കാരണം പോയാൽ അവരെ കൊന്നുകളയും. അതൊരു കാര്യം. പിന്നെ പല പൊളിറ്റിക്സ് അവൾ വിട്ടുകൊടുത്തില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, മാർപ്പാപ്പ ഇവിടെ നിന്ന് പോണം. അവസാനം മാർപ്പാപ്പ ഫ്രാൻസിൽ നിന്ന് റോമിലേക്ക് പോയി. അങ്ങനെയാണ് റോം കത്തോലിക്ക സഭയുടെ യഥാർത്ഥ ആസ്ഥാനമായി മാറിയത്. കണ്ടോ, ഒരു
അക്ഷരാഭ്യാസമില്ലാത്ത പെൺകുട്ടിയിലൂടെയാണ് കർത്താവ് ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്തത്. ഇതാണ് പ്രവാചക വരത്തിന്റെ ഒരു പ്രത്യേകത. കർത്താവ് നമ്മളിലൂടെ നമുക്ക് ഈ വരം തന്നിട്ട് അഭിഷേകമായി കഴിഞ്ഞിട്ട് കർത്താവ് നമ്മളിലൂടെ അങ്ങ് സംസാരിക്കുകയാണ്. അത് സംഭവിക്കും. എന്തുകൊണ്ട് സംഭവിക്കും? ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ സ്വമേധയാ ഒന്നും ചെയ്യില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വമേധയാ പറയുന്നതല്ല, എന്നാൽ എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ ഇല്ലെന്നൊന്നും അറിയണ്ട. കർത്താവ് നിങ്ങളെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതാണ് പാവം ജെർമിയ പയ്യന് കർത്താവ് പറയാണ്, ഞാൻ വിളിച്ചെടുത്ത് പോണം, നീ അയക്കണം. അയ്യോ, ഞാൻ വെറും ഒരു ബാലനാണ്. നീ അതിനൊന്നും പറയണ്ട, നീ വെറും ബാലനാണെന്ന് പറയരുത്. ഇത് നല്ല എക്സാമ്പിളാണ്. അതേസമയത്ത് വലിയ പ്രവാചകന്മാർ, ശമൂവേൽ പ്രവാചകൻ, ഏലിയ, എലീശ. എന്നാൽ ഇവിടെ വെറും ഒരു ബാലൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡയഗ്രാം മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് മനസ്സിലാക്കിയല്ലോ, ഈ ക്രോണോസ് ആൻഡ് കൈറോസ്, ക്രോണോളജിക്കൽ ഡെവലപ്മെന്റിൽ പഴയ നിയമത്തിലെ ഈ ഏലിയ, എലീശ അല്ലെങ്കിൽ ശമൂവേൽ, ആ പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞിട്ട് ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത് യെശയ്യ, ജെർമിയ, എസെക്കിയേൽ, ഹോസിയ, ഡാനിയൽ, ആമോസ്, ഈ പ്രവാചകർ. അതിൽ പ്രധാനമായിട്ട് യെശയ്യ, ജെർമിയ, എസെക്കിയേൽ. ഇനി ഇവിടെ ഒരു പാരലായിട്ട് ഡാനിയൽ അവിടെ ഭയങ്കര ശക്തമായ പ്രാർത്ഥനയിലായിരുന്നു. അതേസമയത്ത് ജെർമിയയിലൂടെ ശക്തമായ പ്രവചനം. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന രഹസ്യം ഇതാണ്. ഈ മൂന്ന് പ്രവാചകരിലൂടെ ചിതറിയൊരു ഇസ്രായേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ സ്ലേം നഗരീത കരുണാവാരിധിയ. ഇതിന് രണ്ട് തലമുണ്ട്. ഒന്ന്, ആ ബാബിലോണിയൻ അടിമത്വത്തിലേക്ക് നയിക്കപ്പെട്ട ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവന്നത് പ്രവചനത്തിലൂടെയാണ്. നോട്ട് ത്രൂ മൈറ്റ് ഓർ പവർ ബട്ട് ത്രൂ മൈ സ്പിരിറ്റ് എന്ന് പറയുന്നതാണ് ഈ പ്രവചനം. അപ്പോൾ നമ്മൾ അതൊരു ഭാഗം ചിന്തിച്ചായിരുന്നു. അതായത് ഇവർ നശിച്ചു, ഇനി അവർക്ക് രക്ഷയില്ല എന്നവർ നിശ്ചയിച്ചിരിക്കെ പ്രവചനം വരികയാണ്, എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അത് സംഭവിക്കുകയാണ്. എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ രക്ഷയ്ക്കും നിങ്ങളുടെ ശുഭകരമായ ഭാവിക്കും നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. ഈ ഒറ്റ പ്രവചനമാണ് ഇതിൻ്റെ ഒരു ന്യൂക്ലിയസ് പോയിന്റ്. അങ്ങനെ ഈ പ്രവചനത്തിന്റെ ആധാരത്തിൽ പിന്നെ മറ്റ് പ്രവചനങ്ങളിലൂടെ ഈ നശിച്ചു എന്ന് വിചാരിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിനെ തിരിച്ചു കൊണ്ടുവരികയും ജെറുസലേം പുതുക്കിപ്പണിയുകയും ജെറുസലേമിലെ കോട്ടകൾ പുതുക്കിപ്പണിയുകയും ജെറുസലേമിലെ ദേവാലയം പുതുക്കിപ്പണിയുകയും എല്ലാം കർത്താവ് ചെയ്തു. അത് പിന്നെ മൈനർ പ്രോഫറ്റ്സിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ ഈ പ്രവചനത്തിന് ശേഷമാണ് എസെക്കിയേലിലുള്ള പ്രവചനം. ഇതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും,
നിങ്ങളുടെ സകല അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ വിശുദ്ധീകരിക്കും. അതായത് അവർക്ക് ഇനി രക്ഷയില്ല, അവർ അശുദ്ധരാണ്, അവർ ദൈവത്തെ തിരസ്കരിച്ചു, അതുകൊണ്ട് ദൈവം അവരെ വിട്ടു, അവര് നബൂഖദ്നേസറിന്റെ അടിമയാളായി. അവര് എന്താണ് ഐഡിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുക, ഇങ്ങനെ ഇതെല്ലാ തിന്മകളും അവർക്കുണ്ട്. എന്നാൽ ഇപ്പൊ കർത്താവ് പറയാണ്, നിങ്ങളുടെ ആ സകല തിന്മകളിൽ നിന്നും ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കും. ഞാൻ നിങ്ങളുടെ ശിലാഹൃദയം എടുത്ത് മാറ്റി. ഇതൊക്കെ പ്രവചനമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അത് അവർക്ക് സംഭവിക്കുകയാണ്. എന്തുകൊണ്ട് സംഭവിക്കണം? ഈ പ്രവചനം കൊണ്ട്. നിങ്ങളുടെ ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റി, ഞാൻ നിങ്ങൾക്കൊരു മാംസള ഹൃദയം നൽകും. ഇനി അടുത്ത വലിയ കാര്യമാണ്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളിൽ എന്റെ നിയമം ഞാൻ എഴുതും. നിങ്ങൾ എന്നെ അനുസരിക്കുന്നവരാക്കി ഞാൻ മാറ്റും. അവിടെ ഇവരെന്ത് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. ഒക്കെ പ്രവചനമാണ്, അത് സംഭവിക്കുകയാണ്. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ്, ദൈവപുത്ര നീ എന്താ കാണുന്നേ? ഞാൻ അസ്ഥികളുടെ ഒരു താഴ്വരയാണ് കാണുന്നത്. എവിടെ നോക്കിയാലും അസ്ഥി. ദൈവപുത്ര ആ അസ്ഥികളോട് നീ പ്രവചിക്കുവിൻ. ഇതാ അസ്ഥികളോട് പ്രവചിച്ചപ്പോൾ ഒരു കിരികിരാ ശബ്ദത്തോടെ അസ്ഥികളെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഇതൊക്കെ ഒന്ന് ഭാവനയിൽ കാണ്. മാംസത്തിനോട് പ്രവചിക്കുക, ദേ അസ്ഥികളിൽ മാംസം വരുന്നു. ജീവശ്വാസത്തോട് പ്രവചിക്കുക, ദേ ജീവശ്വാസം വരുന്നു. ഇപ്പോൾ നീ എന്ത് കാണുന്നു? പറഞ്ഞേ, എന്താ കാണുന്നേ? ഇപ്പൊ നീ എന്ത് കാണുന്നു? പറഞ്ഞേ. ഞാൻ ഒരു വലിയ സൈന്യത്തെ കാണുന്നു. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കുക. ഇപ്പൊ ഒരു വചനം വരികയാണ്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഡു നോട്ട് ഗ്രീവ് ദ സ്പിരിറ്റ്, ഡു നോട്ട് ക്വഞ്ച് ദ സ്പിരിറ്റ്. ഈ രണ്ട് കാര്യം നമ്മൾ കുറ്റമായിട്ടല്ല, നമ്മൾക്ക് ഒരു ഫോർമേഷൻ ആയിട്ടാണ്. അത് ഒന്ന് തെസ്സലോനിക്കർ 5:19, 1 തെസ്സലോനിക്കർ 5:19. അത് മാത്രം ഇപ്പം എടുത്താൽ മതി, മറ്റൊരു ഇപ്പം എടുക്കണ്ട, അത് നമുക്ക് നാളെ എടുക്കാം. 1 തെസ്സലോനിക്ക 5:19 പറയണത് ഇവിടെ ഒരു പ്രധാന രഹസ്യമാണ്. എന്താണ് പറയണത്? ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അപ്പൊ ആത്മാവ് നിർവീര്യമാക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്? അടുത്ത് പറയുന്നത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം. അപ്പോ എങ്ങനെയാണ് ഈ പ്രവചനങ്ങളെ നിന്ദിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഇപ്പൊ നമ്മൾ ഈ പഴയ നിയമത്തിൽ കാണുന്ന പ്രവചനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ശരിക്കും അതിനെ ആ അർത്ഥത്തിലും വ്യാപ്തിയിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല. ധ്യാനം കഴിഞ്ഞു, എനിക്ക് വിസ അടിച്ചു, കണ്ടോ, എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി പൂർത്തിയായി. കണ്ടിട്ടില്ലേ? ധ്യാനം കഴിഞ്ഞു വന്നപ്പോ എന്റെ പാസ്പോർട്ടിൽ വിസ അടിച്ചു വന്നേക്കണു. പ്രൈസ് ദി ലോർഡ്. ജർമ്മിയ 29:11 എന്നിൽ പൂർത്തിയായി. ഇപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ആ പ്രവചനമാണോ? ആ പ്രവചനത്തെ നമ്മൾ വിലമതിച്ചോ? അപ്പൊ ഈ പ്രവചനങ്ങളെ നമ്മുടെ ലോക്കലൈസ് ആയിട്ട്, നമ്മുടെ ടെമ്പറൽ ആയിട്ടുള്ള, ഇപ്പൊ ഇവിടെ ഇന്നലെ പറഞ്ഞ കാര്യം കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നൊരു പ്രവചനം എന്താണ്? ആ ഓടാമ്പലിന്റെ കാര്യമൊക്കെ.
നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും, പിച്ചളവാതിലുകൾ. എന്തർത്ഥത്തിലാണ് നമ്മളത് മനസ്സിലാക്കിയത്? എന്തർത്ഥത്തിലാ? എൻ്റെ കടബാധ്യതയൊക്കെ തീരും. ചിലർ കടബാധ്യത തീരാൻ വേണ്ടി ഈ വചനം ഒരു 100 ആഴ്ച എഴുതി അങ്ങ് വായിക്കും. രഹസ്യധനശേഖരണം വരും. രഹസ്യധനശേഖരണം. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഇതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രഹസ്യ ധനശേഖരണം വന്ന് നിന്റെ കടബാധ്യതയൊക്കെ മാറും. പക്ഷെ അങ്ങനെ ചെയ്തപ്പോ കടബാധ്യത മാറുകയും ചെയ്തേക്കണം. എന്ത് ചെയ്യണം? ഇതൊരു വചനം ഒരു 100 ആഴ്ച എഴുതും. ശരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്തോ ഒരു വലിയ രഹസ്യമാണ് അതിൽ പ്രവചിച്ചിരിക്കുന്നത്. അതിനെ പുല്ലോളം വകവയ്ക്കാതെ നമ്മൾ വേറെ എന്തോ ഒരു മൂഢസ്വർഗത്തിൽ എന്തോ ഒക്കെ പറയണം. അപ്പോൾ പ്രവചനങ്ങളെ മാനിക്കണം, പ്രവചനങ്ങളെ ബഹുമാനിക്കണം. ഈ പ്രവചനപരം തമ്മിൽ പ്രവർത്തിക്കുന്നതിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്. പ്രവചനങ്ങളെ ബഹുമാനിക്കണം. പ്രവചനങ്ങളെ എടുത്തുകൊണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിച്ച് നമ്മളെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിന് വിപരീതമായിട്ട് ഉപയോഗിക്കരുത്. അപ്പം നമ്മൾ ഈ സന്ദേശങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വചനങ്ങൾ കിട്ടിയാൽ തൽക്കാലം അതവിടെ നിർത്തൂ. പ്രവാചകന്റെ ആത്മാവിനെ അതിനെ കൺട്രോൾ ചെയ്യാം. കർത്താവേ, എന്നോട് ഇപ്പം എന്തെങ്കിലും സംസാരിക്കുക. ആ പഴയ നിയമത്തിലെ പ്രവചനം ഞങ്ങൾ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, ശരിയാണ്. പക്ഷെ ഇപ്പം എന്താ പറയണേ? എന്താണ് ആ രഹസ്യ ധനശേഖരണം എന്നൊക്കെ പറയണതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ചോദിക്കണം കർത്താവിനോട്. നമുക്ക് കിട്ടണ ഒരു വചനത്തെ മാത്രം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊരു വചനം ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ചാടി വന്നിട്ടുണ്ടാകാം. പക്ഷെ അവിടെ വെക്കുക, കർത്താവേ, അതെനിക്ക് മനസ്സിലാവണില്ല, അത് ഈ സാഹചര്യത്തിൽ അതെങ്ങനെയാണ്, ആ പ്രവചനത്തിന് ഇവിടെ എന്താണ് പ്രസക്തി? അതൊരു പ്രവചനമാണ്. അതെല്ലാം ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവന്ന പ്രവചനമാണ്. ഞാൻ നിന്റെ മുൻപേ പോകും, എന്തിന്? നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ. എങ്ങനെയാ ഞാൻ നിന്റെ മുമ്പേ പോകും എന്ന് പറയണത്? പരിശുദ്ധാത്മാവ് ആത്മാവായിട്ട് പ്രവചനമായിട്ട് മുൻപേ പോകും. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രോണോളജിക്കൽ ഡെവലപ്മെന്റ് നമ്മളുടെ ഉള്ളിൽ കാണും. ഒന്ന് യേശയ്യ, ജെറമിയ, എസെക്കിയേൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഷോർട്ട് കട്ടിൽ പറയാം കേട്ടോ. ഈ 3 പ്രവാചകരിലൂടെ ഇനി അവിടെ തമാശ ആയിട്ടല്ല, ഒരു സീരിയസ് പ്രവാചകനുണ്ട്. ദൈവമേ, അങ്ങനെ ഒരു പ്രവാചകനെ നമ്മളിലാരും ആകാതിരിക്കട്ടെ. ഹോശേയയോട് കർത്താവ് പറയാണ്, നീ ഒരു വേശ്യയെ വിവാഹം കഴിക്കണം. എന്തിനാണ്? എനിക്ക് ഈ ജനത്തിന് കാണിച്ചു കൊടുക്കണം. അവരുടെ അവിശ്വസ്തത മൂലം അവർ എന്നെ അനുസരിക്കാതെയും എൻ്റെ നിയമങ്ങൾ പാലിക്കാതെയും എന്നോട് ഇത്രയും അവിശ്വസ്തരായി ജീവിച്ചു എങ്കിലും ഞാൻ അവരെ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. ഐ എക്സ്പൗസ് ദം. അപ്പോൾ ആ അർത്ഥത്തിലാണ് യേശയ്യ 54:5 പറയണത്, യുവർ മേക്കർ, നിന്റെ കർത്താവ് തന്നെ നിന്റെ ഭർത്താവാണെന്ന്. അതായത് നിന്നെ സൃഷ്ടിച്ച ഞാൻ തന്നെ, നിങ്ങൾ എത്ര എനിക്ക് അവിശ്വസ്തതയായാലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അത് വാക്കാൽ പറഞ്ഞത് കൂടാതെ ഒരു പ്രവാചകനിലൂടെ കാണിക്കുകയാണ്. ഹോശേയ, നീ ഒരു വേശ്യ വിവാഹം കഴിക്കുക, ഞാൻ ഇസ്രായേലിന് കാണിച്ചു കൊടുക്കണം, അതുപോലെ ഞാൻ അവരെ സ്നേഹിക്കുന്നുവെന്ന്. ഇതൊക്കെയാണ് ഒരവസ്ഥ. അത്രയ്ക്ക് ദൈവം
തൻ്റെ ജനത്തെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, പണിയുന്നോർസ്ലേം നഗരീതാ കരുണാവാരിധി അവനല്ലോ. ഇത് പണിയാൻ വേണ്ടി കർത്താവ് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു. പ്രധാനമായിട്ട് വെറും 3 പ്രവാചകരിലൂടെ ജെറുസലേം മുഴുവനും പുതുക്കിപ്പണിതു. എങ്കിൽ ഈ ജെറുസലേം എന്ന് പറയുന്നത്, അന്ന് കാണുന്ന ഈ ജെറുസലേം എന്ന് പറയുന്നത് ലോകാവസാനത്തിൽ ഉണ്ടാകാനിരിക്കുന്ന ഒരു പുതിയ ജെറുസലേം. ഇതാ ഞാൻ ഒരു പുതിയ ജെറുസലേം വരുന്നത് കാണുന്നു. ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി ഞാൻ കാണുന്നു. അതായത് ശ്രദ്ധിക്കണം, ഇപ്പോ ഈ ഇസ്രായേൽ ജനം ദൈവത്തെ തിരസ്കരിക്കുകയും അതിനാൽ അവർ അടിമത്തത്തിൽ വീഴുകയും ചെയ്ത പോലെയല്ലേ ഇന്ന് ലോകം മുഴുവനും. ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർ തന്നെ ഒരു 10% കൂടുതൽ പേർ ദൈവത്തെ ഇപ്പോഴും അനുസരിക്കുന്നില്ല. ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവർ അവരവരുടെ ഇഷ്ടമായി ജീവിക്കണു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവരും ശേഷമുള്ള ലോകം മുഴുവനും ദൈവത്തെ അറിയാതെ മറ്റൊരു ബാബിലോണായിട്ട് മാറിയിരിക്കുകയാണ്. അവർ ബാബിലോണിലെ നെബൂഖദ്നേസറിന്റെ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാൻ പറഞ്ഞ പോലെ ഇന്ന് ലോകം മുഴുവനും കൊമേഴ്ഷ്യലിസം, മെറ്റീരിയലിസം, എന്തെല്ലാം ഇസമുണ്ടോ അതിൻ്റെ ഒരു സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇവരെ തിരിച്ചു കൊണ്ടുവരും? എങ്ങനെ ഇവരെ സുവിശേഷവൽക്കരിക്കും? നമ്മൾ മയക്കം പിടിച്ചുകൊണ്ട് പോയി അവരോട് സുവിശേഷം പറയാൻ പറ്റുമോ? ഈ ലോകത്തിലുള്ള സെക്സ് വർക്കേഴ്സ്, കോടാനുകോടി സെക്സ് വർക്കേഴ്സ്, നമുക്ക് അവരോട് പോയി സുവിശേഷം പറയാൻ പറ്റുമോ? ഈ ലോകത്തിലുള്ള കോടാനുകോടി ജയിൽ പുള്ളികൾ, അണ്ടർവേൾഡ് ഡോൺസ്, ഇവരോടൊക്കെ നമുക്ക് സുവിശേഷം പറയാൻ പറ്റുമോ? എന്നാൽ ഇവരെ രക്ഷിക്കണോ? എങ്ങനെ ചെയ്യും? ഇതിന് ഇവിടെ നിന്ന് ഒരു പ്രവാചകനിലൂടെ പ്രഘോഷിച്ചാൽ അതവിടെ സംഭവിക്കും. ജെറമിയ എന്ന ഒരു ബാലനിലൂടെ പ്രഘോഷിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ മുഴുവനും തിരിച്ചു കൊണ്ടുവന്നുവെങ്കിൽ കർത്താവിന്റെ പദ്ധതി ഈ യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞവരായ എല്ലാവരെയും പ്രവാചകരാക്കിക്കൊണ്ട് ആ 3 പ്രവാചകർ ചെയ്ത കാര്യം ഇന്ന് വിശ്വാസികളായ എല്ലാ ക്രിസ്ത്യാനികളും പ്രവചിക്കുമ്പോൾ ഈ ലോകം മുഴുവനും പെട്ടെന്നൊരു പുതിയ ജെറുസലേമായി മാറും. ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാവരും കൈയടിക്കുന്നു. മതി. അതിന്റെ എക്സൈറ്റ്മെന്റ് മനസ്സിലായില്ലല്ലേ? മനസ്സിലാകാൻ പറ്റുന്നുണ്ടോ? അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഈ പ്രവചനപരത്തിന്റെ ഉദ്ദേശം. എന്തിനാണ് എല്ലാവർക്കും പ്രവചനപരം നൽകിയിരിക്കുന്നത്? ആ 3 പ്രവാചകർ അന്ന് ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ജാതി മതസ്ഥരെയും. അപ്പോ എന്താണ് ഈ ലോകാവസാനം എന്ന് പറയണത്? മത്തായി 24:14 ഒന്ന് വായിച്ചേ. മത്തായി 24:14 പറയുന്നത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജനതകളുടെയും സാക്ഷ്യത്തിനായി അതിനുശേഷം അന്ത്യമാകത. അന്ത്യമാകതമാകണതിന് അത്യന്താപേക്ഷിതമായത് എന്താ? എല്ലാവരുടെയും സാക്ഷ്യത്തിനായി
രാജ്യത്തിന്റെ ഈ സുവിശേഷം. ഏത് സുവിശേഷം? എന്താ ഈ സുവിശേഷം എന്ന് പറയണത്? ഫരിസേയരും നിയമജ്ഞരും പറയുന്ന സുവിശേഷമല്ല. യേശുക്രിസ്തുവിലൂടെയുള്ള സൗജന്യ രക്ഷ, ജാതി മതഭേദമന്യേ എല്ലാവർക്കും അവകാശമാണെന്നുള്ള ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടണം. അതിനുശേഷമേ അന്ത്യമാഗതമാകുള്ളൂ. അതുകൊണ്ടാണ് ഒരു അർജൻസി. അർജൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരൻ്റെ ഉപമ നമുക്കറിയാം. രാവിലെ ഒരാളെ കയറ്റി, നിനക്ക് കൂലി തരാം. 9 മണിയായപ്പോൾ വേറെ കുറെ ആൾക്കാർ, നിങ്ങളും എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വരുവിൻ. അപ്പൊ ഈ മുന്തിരിത്തോപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു 10 ഏക്കർ അല്ലെങ്കിൽ 1000 ഏക്കർ സ്ഥലം ഉണ്ടാവും മുന്തിരിത്തോപ്പ്. ഈ മുന്തിരിത്തോപ്പിലെ മുന്തിരിയെല്ലാം ഒറ്റ ദിവസം കൊലച്ച് ഒരേ സമയത്ത് പ്ലക്ക് ചെയ്യാവുന്ന പാകമാകുകയാണ്. എങ്ങനെ ഇത് മുഴുവനും പറിക്കും? മുന്തിരി വിളവ് തുടങ്ങിയാൽ എല്ലാ ദിവസവും കുറേശ്ശെ കുറേശ്ശെ അല്ല, ഇതെല്ലാം ഒന്നിച്ച് പാകമാകുകയാണ്. ഇന്ന് പറിച്ചില്ലെങ്കിൽ നാളെ അത് വീണ് പോകും. ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളാണ് ആ മുന്തിരിത്തോട്ടത്തിന്റെ മുതലാളി. അപ്പോൾ എന്തോരം പറിച്ചിട്ട് തീരണില്ല. ഇപ്പൊ മെക്കനൈസ്ഡ് സിസ്റ്റം ഉണ്ടായിട്ടും തീരണില്ല. അപ്പൊ മുതലാളി ഓടി വന്നിട്ട്, നിങ്ങൾ എന്താ ഇത്രയും നേരം വെറുതെ നിൽക്കണേ? ഞങ്ങളെ ആരും വിളിച്ചില്ല, നിങ്ങൾ വാ, കാരണം എനിക്ക് അർജന്റാണ് ഇവിടെ. ഇന്ന് പറിച്ചില്ലെങ്കിൽ ഈ മുന്തിരി മുഴുവനും പോകും. മനസ്സിലായോ? അർജൻസി എന്ന് പറയണത് അതാണ്. സുവിശേഷവൽക്കരണത്തിന് ഒരു അർജൻസി ഉണ്ട്, ഒരു അർജൻസി. അപ്പൊ ഈ അർജൻസി ഉണ്ടെന്നെങ്കിലും നമ്മൾ പോയിട്ട് മയക്കും കൊണ്ടുപോയി പ്രസംഗിക്കണതിലല്ല, പ്രവചനത്തിലൂടെയാണ് ഇത് നടക്കേണ്ടത്. നമ്മളിവിടെ നിന്ന് ലോകം മുഴുവനോടും പ്രവചിക്കുമ്പോൾ ഇത് ലോകം മുഴുവനിലും ചെല്ലും. കാരണം ഇതിന്റെ സെറ്റിംഗ് അങ്ങനെയാണ്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ്, നമ്മളിലുള്ള യേശു ലോകം മുഴുവനിലുമുള്ള എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഭാഷണമില്ല, വാക്കുള്ള ശബ്ദം പോലും കേൾക്കാനില്ല, എങ്കിലും ഈ ശബ്ദം ലോകത്തിന്റെ അതിർത്തി വരെ എത്തും. അപ്പൊ ഇത്രയെല്ലാം ഞാൻ പറഞ്ഞത്, പ്രവചനവരം അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു വരമാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എല്ലാവരിലും ഈ പ്രവചനവരമുണ്ട്. ഒന്ന്, അത് നിങ്ങൾ വിശ്വസിക്കണം. പ്രവചനവരം എല്ലാവരിലും ഉണ്ടെന്ന് വിശ്വസിക്കണം. പൗലോസ്ലീഹയുടെ 1 കൊരിന്ത്യർ 14 പറയുന്നുണ്ട്, ഒരാൾ പ്രവചിക്കുക, മറ്റൊരാൾ വ്യാഖ്യാനിക്കുക, അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും മാറി മാറി പ്രവചിക്കുക, അങ്ങനെ എല്ലാവരും പ്രവചിക്കുക ഉണ്ടോ? 14:24 എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു വിശ്വാസം. അവിടെയല്ല. 27 ഭാഷാപരം, അത് കഴിഞ്ഞിട്ട് വ്യാഖ്യാനം. 28 വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ അവർ സഭയിൽ 29 2 3 പേർ പ്രവചിക്കുകയും മറ്റുള്ളവർ അത് വിവേചിക്കുകയും ചെയ്യട്ടെ. കൂടെ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും വെളിപാടുണ്ടായാൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവൻ നിശബ്ദനാകണം. ഇതൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മൾ അനുഭവിക്കുന്നില്ല. ഇത് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും മാറി മാറി പ്രവചിക്കാനും, കണ്ടോ എന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് എല്ലാവർക്കും മാറി മാറി പ്രവചിക്കാനും പഠിക്കാനും പ്രോത്സാഹനം ലഭിക്കാനും ഇടയാകും. പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. അതായത് ഒരാൾ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾക്കൊരു പ്രവചനം ഉണ്ടാകുകയാണെങ്കിൽ നമുക്കത് ഹോൾഡ് ചെയ്യാം. വെയിറ്റ് എനിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമുക്ക് നാളെ പറയാം അല്ലേ? ഇപ്പൊ നമുക്ക് ഇത്രയും വെച്ചുകൊണ്ട് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയാലോ? അത് ഓർക്കണോ? ഒരു ചെറിയ വേണ്ടേ? 11 ആയിട്ടുള്ളൂ. ഒരു അരമണിക്കൂർ നിങ്ങളെ
ഇപ്പൊ ഇത്രയും കേട്ട ഈ ചൂടില് നിങ്ങളൊരു അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങൾ ഈ പ്രവചനപരം അഭിഷേകമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളങ്ങ് പ്രവചിക്കും. എന്തെങ്കിലും അങ്ങ് വായിൽ തോന്നിയത് പറയും. വായിൽ തോന്നിയെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തോന്നിക്കണമെന്ന് അർത്ഥം. അങ്ങ് പറയുമ്പോഴേ ഞാൻ എന്തി പറഞ്ഞത്, ഇത് ഞാൻ ഇന്നേ വരെ പറയാത്ത കാര്യമാണല്ലോ, ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ 2-3 ട്രയൽ കഴിയുമ്പോൾ നിങ്ങളിൽ ഇത് അഭിഷേകമാകും. ഇപ്പൊ ഇന്നത്തെ പ്രവചനത്തിലൂടെ കർത്താവ് പറഞ്ഞു ഇന്ന് തന്നെ നിങ്ങളിലൂടെ പ്രവചിക്കുമെന്ന് പറഞ്ഞു. ആ പ്രവചനം പൂർത്തിയാക്കണ്ടേ? അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് വേഗം നിങ്ങളുടെ ഇപ്പൊ ഇനി പുതിയ ഗ്രൂപ്പ് വേണ്ട, ആ പഴയ ഗ്രൂപ്പിൽ തന്നെ പോയിരുന്നിട്ട് ഒരു 15 മിനിറ്റ്സ്. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഓരോരുത്തരിലും പരിശുദ്ധാത്മാവെ നിന്റെ പ്രവചനപരത്തെ അഭിഷേകമാക്കണേ, എന്നിട്ട് ആ വ്യക്തി ഒന്ന് പ്രവചിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. നീ എന്തെങ്കിലും ഒന്ന് പറയുന്നു പറയും. അപ്പൊ അവരുടെ അകത്തുനിന്ന് ഒരു വചനം വരും, ഒരു ശബ്ദം വരും, അതങ്ങ് പറയും. എന്നിട്ട് നോക്കെന്താ അവിടെ. ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ അഭിഷേകം തുറക്കണമെന്ന്. ഇത് ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. കർത്താവ് പറഞ്ഞാൽ അത് സംഭവിക്കും. ഓക്കെ, എന്നാൽ ശരി. ഓക്കെ, സ്റ്റാർട്ട്.